ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ ജംഘേ തലാതലമധോ സുതലം ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗദാഭിർവക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ ഗ്രീവാമഹസ്തവ മുഖം ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാസ്വിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ഗൃഹണസ്യ ഗേഹം പഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്മിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രബീജ ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയസ്വരഗണാ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ പൃഷ്ട്വന്ധ്വധർമ്മൈക ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാ വസനന്തു സന്ധ്യേ ശേഭ പ്രജാപതിരസോ വിരണൗ ച മിത്രാം ശ്രോണിസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ അസ്ത്യുഷ്ടസൈന്ധവമുഖാഗമനന്തുകാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരു യുഗ്മചരണം കരുണാംബുധേ തേ സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസ്തരിൽ സമുദയസ്തരവശ്ചരോമാ ജീയാതിദം ബപുനനിർ ഭജനീയമീശാം ഈ ദിഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. വിരാട് പുരുഷോൽപത്തി രൂപേണ ഭഗവാന്റെ സ്ഥൂല ശരീരോൽപത്തിയെപ്പറ്റി വിവരിച്ച ശേഷം പ്രപഞ്ചരൂപമായ ആ ശരീരത്തിലെ അവയവഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കുന്ന വിധം പ്രത്യേകം എടുത്തു വിവരിക്കുകയാണ് ഈ ദശകത്തിൽ. ഏവം ചതുർദശ ജഗന്മയതാം ജഗദ്ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വ ദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഇപ്രകാരം 14 ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന നിന്ദ്രയുടെ ഉള്ളൻകാലിനെ പാതാളമെന്ന് പറയുന്നു.
പ്രകാശസ്വരൂപ, അങ്ങയുടെ പുറവടി രസാതലമെന്നും പറയുന്നു. അല്ലേ അത്ഭുതരൂപനെ, രണ്ടു ഞെരിയാണികൾ മഹാതലമെന്നും പറഞ്ഞു വരുന്നു. ഹേ ചക്രപാണിയായ ഭഗവാനെ, തിരുമേനിയുടെ രണ്ട് കാൽവണ്ണകൾ തലാതലമെന്നും കാൽമുട്ടുകൾ സുതലമെന്നും രണ്ടു തുടകൾ വിതലം അതലമെന്നും അരക്കെട്ട് ഭൂലോകമെന്നും നാഭി ആകാശമെന്നും മാറിന സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു. ചക്രപാണി എന്ന സമ്പുദ്ധി ഭഗവാന്റെ ജഗത് രക്ഷണ ജാഗരൂകത വെളിവാക്കുന്നു. തലാതലം, സുതലം, വിതലം, അതലം ഇവ നാലും അധോലോകങ്ങളിൽപ്പെടുന്നു. ഭൂലോകം മുതൽക്കുള്ള 7 ഊർധ്വലോകമാകുന്നു. ഇന്ദ്രയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടമാകട്ടെ തപോലോകവും സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവുമാകുന്നു. അല്ലയോ ജഗദ്രൂപമായ ശരീരത്തോടുകൂടിയ ഭഗവാനെ, ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ ഇന്ദ്രയൊഴികയായിട്ട് നമസ്കാരം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശ ഉല്ലാസി ജില്ലയുകളം ദൃഹണസ്യഗേഹം ലക്ഷ്മാണി രാത്രി ദിവസവും സവിതാചനേത്രേ. പ്രപഞ്ചത്തിന് കാരണഭൂതനും യന്താവുമായ ഭഗവാനെ, അവിടുത്തെ സുഷുമ്നാഗ്രഭാഗം വേദങ്ങളാകുന്നു. ഹേ കേശവ, നിന്ദിരയുടെ വിശേഷപ്പെട്ട തലമുടി മേഘങ്ങളാകുന്നു. ഉല്ലസിച്ചെങ്ങുന്ന പുരുകക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനവും കൺപോളകൾ രാപ്പകലുകളും കണ്ണുകൾ സൂര്യനുമാകുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ലീലാവിൽ കടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു. ചെവികൾ ദിക്കുകളും 2 നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരും മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭവും ലജ്ജയും പല്ലുകൾ നക്ഷത്രജാലവും ദംഷ്ട്ര യമനുമാകുന്നു. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം ഭജനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. അല്ലയോ സർവനിയന്താവായ ഭഗവാനെ, നിന്ദ്രരുടെ ലീലാസ്മിതം മായയും ശ്വാസോച്ഛ്വാസം കാറ്റും നാക്ക് വെള്ളവും വാക്ക് പറവകളും സ്വരഗണങ്ങൾ സിദ്ധാദികളും വായ് തീയും കൈകൾ ദേവന്മാരും സ്തനദ്വയം ധർമ്മദേവനുമാകുന്നു. താമരക്കണ്ണായ ഭഗവാനെ, അവിടുത്തെ പുറമാകട്ടെ അധർമ്മമാകുന്നു. അവിടുത്തെ മനസ്സ് ചന്ദ്രനും ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയും ഉദരം സമുദ്രങ്ങളും വസ്ത്രം 2 സന്ധികളും ശേഭം പ്രജാപതിയും കൃഷ്ണങ്ങൾ മിത്രനുമാകുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങളും കാൽനഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും സഞ്ചാരം കാലവുമാകുന്നു. അല്ലയോ ദയാസമുദ്രമേ, അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാകുന്നു. അല്ലയോ ചക്രായുധനായ ഭഗവാനെ, അവിടുത്തെ വ്യാപാരങ്ങൾ സംസാരചക്രവും വീര്യം വമ്പിച്ച അസുരക്കൂട്ടവും അസ്ഥികൾ പർവ്വതങ്ങളും നാഡികൾ പുഴകളും രോമം മരങ്ങളുമാകുന്നു. ഹേ സർവശക്ത, ഇന്ന പ്രകാരമെന്ന് വിവരിക്കുവാനാകാത്ത ഈ വിശ്വരൂപം സർവോത്കർഷണ വിജയിക്കുമാറാകട്ടെ. ഈ ദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ പാതാലയാധിപതമോസ്തു നിരുന്ധിരോഗാൻ. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവിടുത്തെ വിശ്വരൂപസ്വരൂപം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു. ഹേ ഗുരുവായൂരപ്പ, ആ വിരാട് ശരീരത്തിൻ്റെ അന്തര്യാമി സ്വരൂപമായിരിക്കുന്ന നിർമ്മലനായ നിന്ദ്രയൊഴിക്കായിക്കൊണ്ട് നമസ്കാരം. അവിടുന്ന് എൻ്റെ രോഗങ്ങളെ അകറ്റണേ. വിശ്വരൂപം ഭഗവതോ ധ്യായേൽ പരമമംഗളം യാത്രാകാലേ ജപേഹോമേ ആപത്കാലേ വിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഏത് കർമ്മത്തിൻ്റെയും ആദ്യമധ്യാന്തങ്ങളിൽ വിശ്വരൂപസ്മരണം ഉത്തമമെന്ന് സിദ്ധിക്കുന്നു. വിശേഷിച്ച് ഇവിടെ കർമാവസാന ശബ്ദം കൊണ്ട് മരണകാലത്തെ കൂടി സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി ഈ 6ാമത്തെ ദശകം അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.